ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കിച്ചൺ ടിപ്പ് തന്നെയാണ്. അപ്പം സാധാരണ നമ്മൾ രാവിലെ പാല് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തൊന്ന് കാച്ചാനെടുത്തപ്പം മിക്കവാറും ചില ദിവസങ്ങളിൽ നമുക്ക് പാല് പിരിഞ്ഞു പോകും. ഞാൻ സാധാരണ ആദ്യമൊക്കെ എനിക്കിത് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനത് കളയാണ് ചെയ്യുന്നത്. ചെടിക്ക് നമ്മൾ വളമായിട്ട് ഒഴിക്കുക, വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാല് പിരിഞ്ഞു പോയാൽ അതുകൊണ്ട് നമുക്ക് തൈരാക്കി എടുക്കാം. നല്ല കട്ട തൈര് തന്നെ ആക്കി എടുക്കാം. അപ്പം നമ്മൾ പുളിശ്ശേരിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തൈരായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ തൈര് മിക്സിയിലൊന്ന് കറക്കിയെടുക്കൂലേ, അതിൻ്റെ കൂട്ടത്തിൽ ഈ തൈരും ഇതും കൂടി ചേർത്തങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പം രാവിലെ ഞാൻ പാല് ചായക്ക് കാച്ചിയപ്പോൾ നല്ല പോലെ അത് പിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് നല്ല പോലെ തണുത്ത് വരണം, ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള തൈരാണിത്. തൈരല്ല, പാലും വെള്ളമായിട്ട് 2 ലെയറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട തൈരാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അരിച്ച് മാറ്റിയിട്ട് ചെയ്യാം. അല്ലാതുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമ്മളത് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളവും അതുപോലെ തൈരുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തൈരൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളം കളയണം. നമുക്ക് ഇതിൻ്റെ വെള്ളം വേണ്ട. തൈര് ഫുള്ള് നമുക്കിങ്ങനെ അരിച്ച് മാറ്റി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് അരിച്ചിട്ട് പകുതി ഞാൻ മാറ്റിയിട്ട് ഞാൻ നേരെ ഇതങ്ങ് മിക്സിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഒരുപാട് പാത്രത്തിലാക്കണ്ട. ഇതിങ്ങനെ അതിൽ നിന്നുള്ള വെള്ളം അങ്ങ് പോയതിന് ശേഷം ബാക്കി നമുക്ക് മിക്സിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ വെള്ളത്തോടെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തൈര് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. കണ്ടോ, ഇത് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിൻ്റെ ഈ കട്ടയായിട്ടിരിക്കുന്നത് നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അത് നമുക്ക് പാല് കിട്ടുന്ന അതുപോലെ തന്നെ കിട്ടും, നല്ല പോലെ കിട്ടും. ഇതിലേക്ക് നമുക്ക് ഫുള്ള് നമ്മൾ ഏത് പാത്രത്തിലാണോ തൈര് ആക്കാൻ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉറ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെച്ചിട്ടുള്ള തന്നെ വീട്ടിൽ തന്നെ ഉള്ള കട്ടിത്തൈര് തന്നെ 1 സ്പൂൺ കട്ടിത്തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. തൈര് നമ്മൾ ഉറ ചേർക്കുമ്പോൾ ഒരു ശകലം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഈ ശകലം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് പാത്രം അടച്ച് തൈരായി വരാനായിട്ട് ഒരു ഓവർനൈറ്റ് എന്തായാലും വേണ്ടി വരും. നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂർ മതി, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറാകും തൈര് നല്ലപോലെ പുളിച്ച് വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇന്നലെ രാത്രി നമ്മൾ തൈരെല്ലാം ഉറയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നല്ല മഴയാണ്. സെറ്റായിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. ഓക്കെ, നല്ല കട്ട തൈരായിട്ട് അത്യാവശ്യം നല്ല പോലെ സെറ്റായി. കണ്ടോ, നല്ല കട്ട തൈരായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കട്ട തൈരൊന്നും ആവത്തില്ല. കാരണം നമ്മളത് പാലിൻ്റെ ആ വെള്ളം പോലുള്ള ഭാഗമെല്ലാം നമ്മൾ അരിച്ച് കളഞ്ഞിട്ട് അല്ല എടുക്കുന്നത്. എന്നാലും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ കട്ട തൈരായിട്ടുണ്ട്. ഇത് നമ്മൾ കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും തൈര് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഒരു കവർ പാലും നമ്മൾ കളയല്ലേ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ല കട്ട തൈര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചുകൊണ്ട് ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. കണ്ടോ, ഇത്ര കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, കുറച്ചേ കാണത്തുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല കട്ടത്തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി തൈര് പിരിഞ്ഞ് പോവുകയാണെങ്കിൽ പാല് പിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. നമ്മളെന്തിനാണ് വെറുതെ ഒരു 20 രൂപ 22 രൂപ കളയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.